ഞങ്ങൾ പാകിസ്ഥാനിൽ പോകണം തന്റെ അങ്ങനെയുള്ള പരാമർശങ്ങൾ പി സി ജോർജ് രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ തന്നെ മുസ്ലിം ഉണ്ട്. പക്ഷേ എല്ലാവരും പറയുന്നത് ലീഗ് മതേതര പാർട്ടിയാണ്, വർഗീയ പാർട്ടിയല്ല. അതിൽ തന്നെ കേടില്ലേ? ഞാൻ ഒരു കാര്യം പറയാം. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. അവർ പാകിസ്ഥാൻ ഉണ്ടാകാൻ ആഗ്രഹിച്ചവരാണ്. അവരുടെ പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലുണ്ടായി എന്റെ അനുഭവം. ഞാനൊരു മുസ്ലിം മിനിസ്റ്ററുമല്ലല്ലോ, ഈരാജ് പാർട്ടിക്ക് വേണ്ടി ജീവൻ കളഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അവിടെ മുസ്ലിം വർഗീയത ഉണ്ടാക്കി. എന്നിട്ട് ഇത് 27,000 വോട്ട് എനിക്കെതിരായിട്ട് ഒരുമിച്ച് ചെയ്തു, എന്നെ തോപ്പിച്ചു. എന്നിട്ട് SDP നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളൊരു ടെസ്റ്റ് കേസ് എടുത്താണ്, സാറ് തെറ്റിദ്ധരിക്കരുത്, സാറ് നോക്കേണ്ടി ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, പക്ഷേ ഞങ്ങൾ തൊടുപുഴക്കൾ നടപ്പാക്കാൻ പോകുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയാണ്. വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം. നമ്മുടെ മുഹമ്മദ് ഗസ്നിയുടെ ഇന്ത്യൻ ആക്രമണങ്ങളായത് ഈ പുസ്തകം. മനസ്സിലായോ? ഇതൊന്ന് വായന നമ്പിയാരെ രക്തം കളയ്ക്കും. അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത്, അല്ല ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് ഉമ്മാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി തുണിവൊക്കെ നോക്കുക, ഉടനെ വിട്ടുക. മനസ്സിലായില്ലേ? ഇത്ര വൃത്തികെട്ടവന്മാർ, രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാർ. എന്നിട്ട് പറയുക, വലിയ വിപ്ലവം പ്രസംഗിക്കുക. എനിക്ക് പ്രസംഗിച്ച ആ സഹോദരനോട് ഞാൻ വിനയത്തോട് പറയുക, നിങ്ങളൊരു മഠയനാകരുത്. മറ്റേ ലീഗിന്റെ ആളങ്ങനെ പറഞ്ഞോട്ടെ, ലീഗിന്റെ ആളങ്ങനെ ഉളത്തരം പറഞ്ഞ് നോക്കുകയല്ലോ. മുസ്ലിം ലീഗ് ഇവിടുത്തെ ഏറ്റവും വലിയ വർഗീയവാദിയാണെന്ന് എന്റെ അഭിപ്രായം. നിങ്ങൾ ഏറ്റവും വലിയ വർഗീയവാദിയാണ്. മുസ്ലിം ആണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി. ഇന്ത്യ അല്ല അവന് വേണ്ടത്, പാകിസ്ഥാനാണ് വേണ്ടത്. ഇവിടെ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ നമ്പ്യാരെ ക്രിക്കറ്റ് നടക്കുക, ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിലേക്ക് മുസ്ലിമാ ചാലി നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ വിക്കറ്റ് നോക്കുമ്പോൾ കൈയടിക്കുക. താറാൻ പറഞ്ഞവന്മാര് അവൻ ഇന്ത്യക്കാരനാണോ? ഇന്ത്യയുടെ മനസാക്ഷി ഉണ്ട് അവന്. ഇന്ത്യൻ ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് പോകുമ്പോൾ കൈയടിച്ച് പാകിസ്ഥാൻ സിന്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാവും? ഈ തെണ്ടികൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക്? എന്തിനു കിടക്കുന്നു? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് വർത്താനം പറയുക. വേഗം പോ, പാകിസ്ഥാൻ ഉണ്ടാക്കിയല്ലോ, പൊക്കോ, പോകുന്നില്ലല്ലോ. പിന്നെ വർത്താനം പറയുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്താനം പറയുന്നത്, കുളിച്ചു കച്ചവടമൊന്നും എനിക്കില്ല. ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നവരെ സത്യം പറയും. ഞാൻ ആരും തിന്നാനൊന്നുമില്ല, ഞാൻ തിന്ന പേടിപ്പിക്കാൻ പറയണ്ട. ഞാൻ പച്ചയ്ക്ക് കാര്യം പറയുന്നവർ. അതുകൊണ്ട് പറയുക, നീ അത് പോണേ, എല്ലാം പോണേ, പാകിസ്ഥാനിലേക്ക് പോണേ, എളുപ്പമുണ്ടല്ലോ. എന്തിനു കിടന്ന് ഞങ്ങളെ ഉദ്ധരിക്കുന്നു? ഞങ്ങൾ ഇവിടെ ജീവിക്കട്ടെ. അതാ എനിക്ക് പറയാനുള്ളത്. ഷാക്കിർ എന്തായാലും ഞാൻ നേരത്തെ PC യോട് ചോദിച്ച പോലെ ഈ പേരിൽ മുസ്ലിം എന്നുണ്ട്. പക്ഷെ നിങ്ങൾ എങ്ങനെയാ മതേതര പാർട്ടിയായി മാറുന്നത്? അതല്ല, PC യോട് പറയുന്ന കാര്യം ശരിയാണ്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുകയാണെങ്കിൽ, ക്രിക്കറ്റ് മത്സരം നടക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കുന്ന, ഇന്ത്യയുടെ വിക്കറ്റുകൾ വീണാൽ കൈയടിക്കുന്ന വലിയൊരു വിഭാഗം മലപ്പുറത്ത് ഇല്ലേ? ആ യാഥാർത്ഥ്യം തള്ളിക്കളയാൻ പറ്റുമോ ഷാക്കിർ? സത്യത്തിൽ നിങ്ങൾ കേരളത്തിലല്ലേ ശ്രീ അനിൽ നമ്പരെ? തീർച്ചയായും. ഈ PC ജോർജ് എന്ന് പറയുന്ന വർഗീയ വിഷം തുപ്പുന്ന ഈ ശ്രമിക്കുന്ന ആളാ PC ജോർജ്. ഞങ്ങൾ പാകിസ്ഥാനിൽ പോകണം തന്റെ അങ്ങനെയുള്ള പരാമർശങ്ങൾ അവസാനമായി കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ ആരുടെ വോട്ടിലെ ജയിച്ചത്? SDP വോട്ടിലല്ലേ? ഇപ്പൊ അവിടെ ഇദ്ദേഹത്തിന്റെ വർഗീയ വിഷം തുപ്പുന്ന നിലപാട് കാരണം ഹൈന്ദവ മത വിശ്വാസികളും ഇസ്ലാം മത വിശ്വാസം എല്ലാവരും തൂക്കി എറിഞ്ഞപ്പോ അപ്പൊ BJP ലൈസൻസ് ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് മാന്യന്മാരെ ആളുകളോട് വേണ്ട. അതെ, അങ്ങനല്ല. ശബരിമലയിലേക്ക് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പെണ്ണുങ്ങളെ കയറ്റാൻ പോയപ്പം ഞാൻ എതിർത്തു. മനസ്സിലായില്ലേ? അതിന്റെ പേരിൽ ഇവിടുത്തെ മുസ്ലിം പള്ളികളെല്ലാം എനിക്കെതിരായിട്ട് പ്രസംഗിച്ചേ. മുസ്ലിം അതിനകത്ത് കാര്യം ഈ മലയാളികൾക്ക് മുഴുവൻ അറിയാം. നിങ്ങൾ എന്താ നിങ്ങൾ PC ജോർജ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഒരു 5 വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നു സംസാരിച്ചിരുന്നത്? അല്ലല്ലോ. ഞാൻ ഒരുത്തനെ കൂടെ നടന്നിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കാണ് നടന്നിട്ടുള്ളത്. ഇന്ത്യയിലെ മുസൽമാനോട് പാകിസ്ഥാനിൽ പോകാൻ ജനം TV ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിന് മെറിറ്റ് പറഞ്ഞോടി, നിങ്ങൾ അഭിപ്രായം പറഞ്ഞോടി.
അഭിപ്രായം പറഞ്ഞു. ജനം ടി വി എന്റെ അഭിപ്രായം പറഞ്ഞു. ഈ മനസ്സിലായി. വിഷയത്തിൽ നീ നിങ്ങൾ മര്യാദയ്ക്ക് വർത്താനം പറ. പക്ഷേ അപ്പൊ ഞാൻ മര്യാദയ്ക്ക് വർത്താനം പറയും. അത് ഇന്ത്യയിൽ എന്നെ പേടിപ്പിക്കണ്ട. ഞാൻ ഈ പേടെ ധാരാളം മേധക്കാരർക്ക് എന്നെ പഠിപ്പിക്കാൻ ഇറങ്ങണ്ട. ഷാക്കിർ, ഞാൻ നിന്റെ നമുക്ക് മെറിറ്റിൽ സംസാരിക്കാം. മെറിറ്റിൽ സംസാരിക്കാം. അല്ല, ഇങ്ങനെ വെല്ലുവിളി വേണ്ട പ്ലീസ്. മെറിറ്റ് സംസാരിക്കും. നമുക്ക് പറയാം. വിലക്കയറ്റവും അഴിമതിയും സ്വജനപക്ഷം മറച്ചു വെക്കാൻ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ചർച്ച ചെയ്തോളി. ആ വിഷയം ചർച്ച ചെയ്തോളി. ഞങ്ങൾ ഇത്രയും പറഞ്ഞോളാം. ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ബാബു വളരെ മാന്യം അദ്ദേഹത്തിന് അഭിപ്രായം പറഞ്ഞല്ലോ. പി സി ജോർജ് പറയുന്ന അദ്ദേഹം അഭിപ്രായം പറഞ്ഞോട്ടെ. പക്ഷേ ഒരു ജനവിഭാഗത്തെ ഒന്നായി ആക്ഷേപിക്കുമ്പോൾ അത് ശ്രീ അനിൽ നമ്പർ കേട്ടിരിക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ജനം ടി വിക്കൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ അത് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വകവെച്ച് തരണ്ടേ? പി സി ജോർജിന്റെ ഫയൽ കടത്തും തെറി കേൾക്കാനിരിക്കുകയാണ് ഞങ്ങൾ. അതല്ലല്ലോ. അതിനോട് യോജിപ്പില്ല. ഷാക്കിർ ആയാലും പി സി ആയാലും എനിക്ക് യോജിപ്പില്ല. പ്ലീസ് പി സി അവരെന്നെ പറ്റി എന്റെ വൃത്തികളാ പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ ചീത്ത വിളിച്ചതാണ്. കാക്കാന്റെ സ്വഭാവിക എന്നോട് എന്നെ പറ്റി മര്യാദയ്ക്ക് മര്യാദയ്ക്ക് വർത്താനം പറയും. എന്നെ പേടിപ്പിക്കണ്ട. പിന്നെ ആ വിരട്ടിൽ തൽക്കാലം വേറെ ആൾക്കാരെടുത്ത് മതി. എന്റെ ചോദ്യത്തിന് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ പഴയ ആ ഒരു പ്രേതം, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ആ പ്രേതം ഇപ്പോഴും പല മുസ്ലിങ്ങളിലും ഇല്ലേ എന്നുള്ളതാണ് പാകിസ്ഥാനോട് കൂറുള്ള. ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സംഗതികൾക്ക് ഞങ്ങൾ എന്തിനാ മറുപടി പറയേണ്ടത്? ശ്രീ അനിൽ നമ്പ്യാർ, ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ആ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു, ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു, ഇന്ത്യയുടെ ഒക്കെ അല്ലേ? ആ ലീഗും ആ ഇന്ത്യയും അല്ലല്ലോ ഇപ്പോ. ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലേ? ആരാണെങ്കിലും പാകിസ്ഥാനോട് കൂറുള്ള മുസ്ലിം മലപ്പുറത്തില്ലേ? പറഞ്ഞ യാഥാർത്ഥ്യമാണ്. അതായത് ഷാക്കിറിനും അറിയാലോ. ഷാക്കിർ, ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ അതെല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്ത്യയുടെ ഓരോ വിക്കറ്റും വീഴുന്ന സമയത്ത് ആഹ്ലാദിക്കുന്ന വലിയൊരു വിഭാഗം മലപ്പുറത്തോട് ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഇത്ര ബാലിശമല്ല ഷാക്കിർ, അതൊരു റിയാലിറ്റിയാണ്. ഇറ്റ്സ് എ നേക്കഡ് റിയാലിറ്റി. ഒരു സിംഗിൾ പേഴ്സൺ 45 ലക്ഷം ജനങ്ങളിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള തെറ്റായ വസ്തുതകൾ കാര്യങ്ങൾ പിന്നെ ഇങ്ങനെ പ്രചരിപ്പിക്കരുത്. നിങ്ങൾക്കൊക്കെ മനുഷ്യത്വമുള്ള ആൾക്കാരല്ലേ? അങ്ങനെ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ രാജ്യത്താണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ സാക്കറെ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ 27,000 മുസ്ലിം വോട്ടുകളിൽ 300 എണ്ണം എനിക്ക് കിട്ടിയത്. മുസ്ലിം ലീഗും SDP-യും നമ്മുടെ PDP എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് എനിക്കെതിരായിട്ട് വോട്ട് ചെയ്തു. എനിക്കതിന് വിരോധമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ശബരിമലയിൽ പോയ പെണ്ണുങ്ങളെ തടഞ്ഞു എന്നുള്ളതാണ് എന്റെ പ്രശ്നം. അതിനുള്ള പള്ളികളിൽ പ്രസംഗിച്ചു. VCOR മുസ്ലിങ്ങളെ വിട്ട് ഹിന്ദുക്കളുടെ കൂടെ കൂടി പ്രസംഗിച്ചു. എന്തുവാട്ടെ, അതൊക്കെ മണ്ടത്തരം. ഞാൻ അങ്ങനെ ചെയ്തതല്ല. മുസ്ലിം ശബരിമലയിലേക്ക് സ്ത്രീകൾ പോകുന്ന പിണറായി വിജയന്റെ നയം ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ എതിർത്തത്. പക്ഷെ അതിന്റെ പേരിലാണ് എനിക്ക് ഇതിനായിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടായത്. അപ്പം ഇത് തർക്കമായി. എനിക്ക് ഇതിനായിട്ട് വോട്ട് ചെയ്തു. ഞാൻ ഇതിനെ അവരെ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. SDP-യുടെ നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞു, ഇത് ഞങ്ങളൊരു ടെസ്റ്റ് കേസ് ആയിരുന്നു. PC ജോർജ് ചേട്ടാ എന്നോട് ചേട്ടാ തുടങ്ങിയ ചേട്ടാ ക്ഷമിക്കണം, ചേട്ടാ നിങ്ങൾ തോപ്പിച്ചു, അടുത്ത നിങ്ങൾ തോൽപ്പിക്കാൻ പോകുന്നു ജോസഫിനെ. ഇത് കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഒരു വർഗീയ ധ്രുവീകരണമാണ്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗല്ല. ആര് നിഷേധിച്ചാലും ആ സത്യം ഒഴിവാകില്ല. സാക്കിറിന്റെ അഭിപ്രായത്തിൽ നിന്നു. പക്ഷെ ഞാൻ പറയുന്നു, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ധ്രുവീകരണമായത് അത് കേരളത്തിൽ വ്യാപകമാണ്.